ഇപ്പൊ സാറ് വരുന്ന കാലത്ത് സാറിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയത്, അതായത് ഇതിലേക്ക് ഈ മേഖലയിലേക്ക് ഞാൻ ചുവട് ഉറപ്പിക്കാം എന്ന് സാർ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഒന്ന്, ഇത് ഇൻബോൺ ടാലന്റ് ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാജിക് എന്ന് പറയുന്നത്. ഇത് കണ്ടിട്ട് വിസ്മയം കണ്ടിട്ട് പലരും മാജിക് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു സ്ട്രീറ്റ് മജീഷ്യൻ അവിടെ വന്നു. അദ്ദേഹം ആ മുറ്റത്തിരുന്ന് ചെയ്ത ചെറിയ മാജിക്കുകളാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. സിമ്പിൾ. അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു മജീഷ്യനാകണം. ഞാൻ അമ്മയോട് എന്ന് പറഞ്ഞ അമ്മ എനിക്ക് മജീഷ്യനായ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം നിനക്ക് പഠിക്കണ്ടേ? അന്ന് ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളുകളോ മാജിക് സ്കൂളുകളോ അക്കാഡമികളോ ഒന്നുമില്ല. അപ്പോൾ എവിടെ പോയി ആളിനെ കണ്ടുപിടിക്കും മജീഷ്യൻസിനെ? എന്നാൽ എനിക്ക് പഠിക്കണ്ടേ, എനിക്ക് മാജിക് ചെയ്യാം, പോയിരുന്ന് വായിച്ചു പഠിയടാ എന്ന് പറഞ്ഞില്ലേ. അമ്മയുടെ ആഗ്രഹം ഞാൻ ഡോക്ടർ അല്ല എഞ്ചിനീയറോ സയന്റിസ്റ്റോ ഒക്കെ ആകണമെന്നുള്ള ആഗ്രഹം. അവന്റെ ഒരു മാജിക് വായിച്ചു പഠി. ഇതാണ് അന്ന് സംഭവിച്ചത്. അമ്മ ഞാൻ കുറ്റം പറയുന്നില്ല. അമ്മ ആഗ്രഹിക്കുന്ന അന്നത്തെ സ്ട്രീറ്റ് മജീഷ്യൻസ് ഒക്കെ കൂടുതലും ഈ റോഡിലൊക്കെ ഇന്ന് മാജിക് ചെയ്യുന്ന സ്ട്രീറ്റ് മജീഷ്യൻസ് ഉണ്ട്. എൻ്റെ മകൻ അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല, വലിയ ലെവലിലെത്തണം, റോക്കറ്റൊക്കെ വിക്ഷേപിക്കുന്ന ആൾക്കാരായി എന്നുള്ള രീതിയിൽ അമ്മ കണ്ട് അമ്മയെ കുറ്റം പറയത്തില്ലല്ലോ. ഏതായാലും പിന്നെ അതിനുശേഷം ഞാൻ ഗൾഫിലെത്തി. അവിടെ വെച്ചാണ് ഞാൻ മാജിക്കിലേക്ക് കടന്നത്. അമ്മയുടെ ഇഷ്ടപ്രകാരം സാർ പഠിച്ച ജോലിയൊക്കെ ഗൾഫിൽ പോയി. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഇത് വിട്ടിട്ടില്ല. ഇല്ല, ആഗ്രഹം ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് എന്നാ ചെയ്തേ? അവിടെ ചെന്ന് ഞാൻ എഞ്ചിനീയറാണ്. ബേസിക്കലി എഞ്ചിനീയറിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ക്വാണ്ടിറ്റി സർവേ എന്ന് പറയും. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ഒരു മജീഷ്യനെ കാണുന്നത്. പ്രൊഫസർ കുട്ടി എന്ന് പറയുന്ന ഒരാളെ. അത് തിരൂർ സ്വദേശിയാണ്. അദ്ദേഹം ശ്രീ വാഴക്കുന്ന് നമ്പൂരിയുടെ അദ്ദേഹത്തിന്റെ തിരുമേനിയുടെ ശിഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയതാണ് എൻ്റെ ടേണിംഗ് പോയിന്റ്.